ഇംഗ്ലീഷ് ഭാഷയിലെ വാചകങ്ങൾ നിർമ്മിക്കുമ്പോൾ, വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ 6 വാക്കുകൾ നിർബന്ധമായിട്ടുണ്ടായെങ്കിലേ ആ വാചകം പൂർണ്ണമാകൂ എന്നാണ് ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. അതേതൊക്കെയാണ്? ആര്, എന്ത് ചെയ്യുന്നു, എവിടെ, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്. ഹൂ, വാട്ട്, വെയർ, വെൻ, ഹൗ, വൈ. ഇതിൽ ഈ 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സെൻറ്റൻസ് പൂർണ്ണമാകുകയുള്ളൂ. പക്ഷേ പല കാര്യങ്ങളും നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. ഹൂ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ സുനിൽ എന്ന് പേര് പറഞ്ഞാൽ മതി, ഒറ്റ വാക്കിൽ തീരും. വെയർ, തൊടുപുഴ. വെൻ, മോർണിംഗ്. വാട്ട്, ഡൂയിങ് ബിസിനസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒറ്റ വാക്ക് 2 വാക്കിൽ തീർക്കാവുന്ന ഉത്തരവേ ഉള്ളൂ. പക്ഷേ ഈ 5-ാമത്തെ 6-ാമത്തെയും 2 വാക്കുകൾ ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട്, ഇതിന് രണ്ടിനും വിശദമായ ഉത്തരം പറയേണ്ടി വരും. ഒറ്റ വാക്കിൽ തീരില്ല, ഏറ്റവും കുറച്ച് പറയാനും പറ്റില്ല. അപ്പോൾ വിശദമായി പറയേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? അത് പഠിക്കേണ്ടിയിരിക്കുന്നു, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ കൊച്ചു കുട്ടികൾ അമ്മമാരോട് ചോദിക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ, അമ്മേ ഈ പശു എന്താ കറുത്തിരിക്കുന്നേ? ആ പശുവിൻ്റെ നിറം കറുപ്പായതുകൊണ്ട്. അമ്മ വെളുത്ത കോഴി ഇടുന്ന മുട്ട വെളുത്തത്, കറുത്ത കോഴി ഇടുന്ന മുട്ട എന്താ കറുക്കാത്തെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ബുദ്ധിമുട്ടില്ല, ഈ പരുങ്ങലിലാവും. എന്താ കാര്യം? അമ്മ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന്. അപ്പോൾ ഹൗ ആൻഡ് വൈ എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. 2013 വരെ മനുഷ്യരാശി ഉണ്ടാക്കിയിട്ടുള്ള വിവരങ്ങളെല്ലാം, അറിവുകളെല്ലാം ചേർത്ത് വെച്ച ഒരു ത്രാസിൻ്റെ തട്ടിൽ വെച്ചിട്ട് 2013 ശേഷം 2026 വരെയുള്ള വിവരങ്ങൾ മറ്റേ തട്ടിലും വെച്ചാൽ ഏകദേശം തുല്യമായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അറിവിൻ്റെ കാര്യത്തിൽ. അതായത് ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒന്ന് മുങ്ങി നിവർന്നു വരുമ്പോഴത്തേക്കും വേറെ ഐഡിയ ആയിരിക്കും വരുന്നത്. ഓരോ ചിന്തകൾ, ഐഡിയകൾ, കൊച്ചുകുട്ടികൾ കണ്ടെത്തുന്ന ആശയങ്ങൾ, ഇതൊക്കെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നുണ്ട്. അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. അറിവ് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നദിയായി മാറുന്നു, പുഴയായി മാറുന്നു, കടലായിത്തീരുന്നു. ഈ അറിവിൻ്റെ നടുക്ക് നമ്മളൊന്നും അറിയാതെ ഇന്നും 2013 മുൻപുള്ള നമ്മളെപ്പോലെ വെറുതെ ജീവിച്ചാൽ നാം കുട്ടികളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിഭരും പൊട്ടരുമായി ചിത്രീകരിക്കപ്പെടും. അറിവ് കൂടിക്കൊണ്ടേയിരിക്കണം, പഠിക്കണം. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം.